യൂറോപ്പിൽ നിന്ന് ഒരു രാജ്യവും ഇനി ലോകകപ്പ് കളിക്കാനുണ്ടാകില്ല. ഈ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ല. യുവേഫ തങ്ങളുടെ നിലപാട് പ്രഖ്യാപിക്കുകയാണ്. ലോകകപ്പിൽ സ്വകാര്യ നിക്ഷേപം എന്ന പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ജിയാനി ഇൻഫാന്റിനോയുടെ തീരുമാനമെങ്കിൽ ലോകകപ്പ് എന്നല്ല ഫിഫയുടെ ഒരു ടൂർണമെന്റിലും യൂറോപ്യൻ രാജ്യങ്ങൾ ഇനി പങ്കെടുക്കില്ലെന്ന് തീർത്ത് പറഞ്ഞു കഴിഞ്ഞു യുവേഫ. ഇന്നലെ ചേർന്ന 55 രാജ്യങ്ങളുടെ വിർച്വൽ മീറ്റിംഗിലാണ് യുവേഫ കടുത്ത തീരുമാനത്തിലേക്ക് കടന്നത്. ലമീൻ യമാലും കിലിയൻ എംബാപ്പയും ഒന്നും ഇല്ലാത്തൊരു ലോകകപ്പിനെ കുറിച്ച് സങ്കല്പിക്കാനാകുമോ നമുക്ക്? എന്നാൽ ഇനി സങ്കല്പിച്ച് തുടങ്ങിയേ മതിയാകൂ. ടൂർണമെന്റിലോ ഭരണനിർവഹണത്തിലോ സ്വകാര്യ ഉടമസ്ഥത എന്ന ആശയം ഉപേക്ഷിച്ചു എന്ന് ഉറപ്പ് നൽകണം. ഫിഫ ഈ നീക്കത്തിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങണം. അതുവരെ യൂറോപ്പിൽ നിന്നുള്ള 55 രാജ്യങ്ങൾ ഫിഫ നടത്തുന്ന എല്ലാ ടൂർണമെന്റുകളും ബഹിഷ്കരിക്കുന്നു, യുവേഫ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു. ജിയാനി ഇൻഫാന്റിനോയും ഡൊണാൾഡ് ട്രംപും ചേർന്നുള്ള കളികൾ പലതും വിമർശന വിധേയമായി കൊണ്ടിരിക്കുന്ന കാലത്താണ് ട്രംപ് കൂടെ കഥാപാത്രമായ പുതിയൊരു വിവാദം പൊട്ടിപ്പുറപ്പെടുന്നത്. എന്താണ് ഈ സ്വകാര്യ നിക്ഷേപം എന്നതുകൊണ്ട് ഫിഫ ഉദ്ദേശിക്കുന്നത്? ലോകകപ്പ് ഉൾപ്പെടെ ഫിഫ നടത്തുന്ന ടൂർണമെന്റുകളുടെ വാണിജ്യാവകാശങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി $20 ബില്യൺ ഒരു പുതിയ കമ്പനി രൂപീകരിക്കാനാണ് ഫിഫയുടെ പദ്ധതി. ഫിഫ ഫോർവേഡ് എന്റർപ്രൈസസ് എന്നാണ് ഇതിന്റെ പേര്. $20 ബില്യൺ എന്നാൽ 1.6 ലക്ഷം കോടി രൂപ. ഈ കമ്പനിയാണ് ഇനി മുതൽ ഫിഫയുടെ പ്രധാന ടൂർണമെന്റുകളുടെ വാണിജ്യകാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. സ്പോൺസർഷിപ്പ്, ബ്രോഡ്കാസ്റ്റിംഗ് അവകാശങ്ങൾ, മാർക്കറ്റിംഗ് തുടങ്ങിയവയൊക്കെ ഇതിന് കീഴിലായിരിക്കും വരിക. ഈ കമ്പനിയുടെ 20% ഓഹരി സ്വകാര്യ നിക്ഷേപകർക്ക് വിൽക്കും. 80% ഓഹരി ഫിഫയുടെ കയ്യിൽ തന്നെ ആയിരിക്കും. ഈ ഓഹരി വിൽപ്പനയിലൂടെ ഏകദേശം $4.2 ബില്യൺ സമാഹരിക്കാനാണ് ഫിഫ ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ അംഗരാജ്യങ്ങൾക്ക് കൂടുതൽ തുക നൽകാനാകുമെന്നാണ് ഫിഫയുടെ അവകാശവാദം. സ്വകാര്യ നിക്ഷേപത്തിലൂടെ ലഭിക്കുന്ന ഈ തുക ലോകമെമ്പാടുമുള്ള 211 അംഗരാജ്യങ്ങൾക്ക് വിതരണം ചെയ്യും. ഫുട്ബോൾ വികസനത്തിനും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഈ ഫണ്ട് ഉപയോഗിക്കാനാകും. $20 മില്യൺ വീതം ഏകദേശം 165 കോടിയിലധികം രൂപ ലഭിക്കുമെന്നാണ് ഫിഫ അംഗരാജ്യങ്ങൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. സെപ്റ്റംബർ മധ്യത്തോടെ അംഗരാജ്യങ്ങൾ ഇത് അംഗീകരിക്കണമെന്നാണ് ഫിഫയുടെ നിലപാട്. ഡൊണാൾഡ് ട്രംപിന് ഇവിടെ എന്താണ് കാര്യമുണ്ട്. അമേരിക്കൻ വ്യവസായി ജോഷുവ കുഷ്നറുടെ ന്യൂയോർക്ക് ആസ്ഥാനമായ കമ്പനിയാണ് ഫിഫ ഫോർവേഡ് എന്റർപ്രൈസസിലെ പ്രധാന നിക്ഷേപകർ. ഇയാൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മരുമകന്റെ സഹോദരനാണ്. ജിയാനി ഇൻഫാന്റിനോക്ക് ഇക്കാര്യത്തിൽ പ്രത്യേക താല്പര്യം എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലായി കാണുമല്ലോ. ഫുട്ബോളിന്റെ ജനാധിപത്യവൽക്കരണമാണ് സ്വകാര്യ നിക്ഷേപം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഇൻഫാന്റിനോ ന്യായീകരിക്കുമ്പോൾ ജനാധിപത്യവൽക്കരണമല്ല, രാഷ്ട്രീയവൽക്കരണമാണ് ഈ നടക്കുന്നത് എന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. ലോകകപ്പിനിടെ അമേരിക്കൻ താരം ബലോഗന്റെ റെഡ് കാർഡ് പിൻവലിക്കാൻ താൻ ജിയാനി ഇൻഫാന്റിനോയെ നേരിട്ട് ബന്ധപ്പെട്ടുവെന്ന് ട്രംപ് പറഞ്ഞത് വലിയ വിവാദമായിരുന്നു. പിന്നീട് ബലോഗന്റെ റെഡ് കാർഡ് പിൻവലിക്കുന്നുമുണ്ട്. ടൂർണമെന്റ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ടൂർണമെന്റിനിടയിൽ അത് രൂക്ഷമായി. ഫിഫയുടെ പുതിയ കച്ചവട നീക്കത്തിനെതിരെ യുവേഫ അടക്കം പലരും രംഗത്ത് വന്നു. ലോകകപ്പിനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡക്റ്റായി കാണാനാകില്ലെന്നാണ് യുവേഫ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. ഫുട്ബോളിന്റെ പാരമ്പര്യത്തെയാണ് ഇത് നശിപ്പിക്കാൻ പോകുന്നത്. ലോകകപ്പുമായി ബന്ധപ്പെട്ട ഒന്നിനെയും സ്വകാര്യ നിക്ഷേപകർക്ക് വിട്ടുനൽകാൻ പാടില്ല. ലോകകപ്പ് വിൽപ്പനയ്ക്കുള്ളതല്ല, യുവേഫ പ്രതികരിച്ചു. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ പ്രസിഡന്റ് ഷെയ്ഖ് സൽമാൻ ബിൻ ഇബ്രാഹിം അൽ ഖലീഫയും ഫിഫയുടെ നടപടിയെ വിമർശിച്ചു. ഒരു കൂടിയാലോചനയുമില്ലാതെയാണ് ഫിഫ ഇങ്ങനെയൊരു നീക്കത്തിന് മുതിർന്നത് എന്നും ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറയുന്നുണ്ട്. മുൻ ഫിഫ പ്രസിഡന്റ് സെബ് ബ്ലാറ്ററും ഇൻഫാന്റിനോയുടെ പുതിയ പദ്ധതിക്കെതിരെ രംഗത്ത് വന്നു. ഏതെങ്കിലും ചില വ്യക്തികളുടെ അജണ്ടകൾ നടപ്പിലാക്കാനുള്ളതല്ല ഈ ടൂർണമെന്റ് എന്നും ജനങ്ങളുടേതാണിതെന്നും ബ്ലാറ്റർ പ്രതികരിക്കുന്നുണ്ട്. മാധ്യമങ്ങളിൽ വന്ന വാർത്ത വഴിയാണ് തങ്ങൾ ഈ കാര്യം അറിഞ്ഞതെന്നും ഒരു കൂടിയാലോചനയും നടന്നിട്ടില്ലെന്നും ഓൺകാഫ് വ്യക്തമാക്കി. 211 അംഗരാജ്യങ്ങളുടെയും ഫിഫ കൗൺസിലിന്റെയും അംഗീകാരം ലഭിച്ചാൽ പദ്ധതി നടപ്പിലാകും. 2027 തുടക്കത്തിൽ തന്നെ രാജ്യങ്ങൾക്ക് ഫണ്ട് ലഭിച്ചു തുടങ്ങുമെന്നും ഫിഫ ഉറപ്പു നൽകുന്നുണ്ട്. എന്നാൽ ഫുട്ബോളിനെ സംബന്ധിച്ച് അതീവ പ്രാധാന്യമർഹിക്കുന്ന ഒരു നിർദ്ദേശം വളരെ രഹസ്യമായി ഒരു കൂടിയാലോചനയും ഇല്ലാതെയാണ് ഫിഫ ആവിഷ്കരിച്ചതും മുന്നോട്ട് വെച്ചതും. വൻകരകളിലെ ഫുട്ബോൾ ബോഡികളോടോ അംഗരാജ്യങ്ങളോടോ നിർദ്ദേശം തേടിയിട്ടില്ല. ഒടുക്കം രാജ്യങ്ങൾക്ക് മുന്നിൽ അന്തിമ ശാസനം പോലെ ഫിഫയുടെ തിട്ടൂരമെത്തി. ഇത് അംഗീകരിക്കുക, അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചു കൊള്ളുക. ഇത് ജനാധിപത്യ രീതിയല്ലെന്നും തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിന് തുല്യമാണെന്നുമാണ് യുവേഫ വിമർശിച്ചത്. സെപ്റ്റംബറിൽ പോളണ്ടിൽ വെച്ച് അരങ്ങേറാനിരിക്കുന്ന വിമൻസ് അണ്ടർ 20 ലോകകപ്പാണ് ഫിഫയുടെ കീഴിൽ നടക്കാണ്ടിരിക്കുന്ന അടുത്ത സുപ്രധാന ടൂർണമെന്റ്. യുവേഫയുടെ ബഹിഷ്കരണാഹ്വാനം ഇതിനും ബാധകമാണ്. യൂറോപ്പിൽ നിന്നുള്ള ടീമുകൾ ഒന്നാകെ വിട്ടു നിന്നാൽ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാവുക. ഫിഫ നിലപാടിൽ ഉറച്ചു നിന്നാൽ യുവേഫയും വിട്ടുകൊടുക്കില്ല എന്ന നിലപാടിൽ ഉറയ്ക്കും. ഏതായാലും ഇൻഫാന്റിനോയുടെ ഉദ്ദേശങ്ങൾ അത്ര നല്ലതാണ് എന്ന് കരുതാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല.